ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ പ്രശാന്ത്. പരീക്ഷ ഇങ്ങ് അടുത്തെത്തി അല്ലേ? അപ്പോൾ നമ്മൾ പരീക്ഷ അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ചെയ്തു നോക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈം കളയാതെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എന്തൊക്കെ ഫാക്റ്റ് ഉണ്ടോ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ നാഷണൽ റിവർ ആയിട്ടുള്ള ഗംഗയെ കുറിച്ചാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗംഗ നോക്കാം. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഉത്തർപ്രദേശ് തന്നിട്ടുണ്ട്, ബീഹാർ തന്നിട്ടുണ്ട്, പശ്ചിമ ബംഗാൾ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഗംഗ ബേസിൻ്റെ ഒരു മാപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഗംഗ ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാപ്പാണ്. നോക്കിയേ, ഇതിൽ ഈ ഒരു കളറിൽ കൊടുത്തിരിക്കുന്ന, ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഗംഗ ഒഴുകുന്ന സ്ഥലങ്ങൾ, ഗംഗ ഒഴുകുന്ന മെയിൻ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗംഗ, പിന്നീട് ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്, ദെൻ ബീഹാറിലൂടെയും വെസ്റ്റ് ബംഗാളിലും കൂടെ എല്ലാം ഒഴുകുന്നുണ്ട്, അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് ഗംഗ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം മനസ്സിലായി. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഇതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഓർത്തു വെക്കുക, ഉത്തർപ്രദേശാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. ഇനി ഗംഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ അതിൽ നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും അധികം പോഷക നദികളുള്ള നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. സോ ഓർത്തു വെക്കുക, ഏറ്റവും അധികം പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. ഓർക്കുക കേട്ടോ. അപ്പോൾ ഒരു നദി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പോഷക നദികൾ തീർച്ചയായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ നദിയുടെ ഉത്ഭവസ്ഥാനം എന്താണെന്നും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഓർത്തു വെക്കുക, യമുന. ഓക്കെ, ഇനി യമുനയെ കൂടാതെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? യമുനയുടെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു, യമുനയുടെ ഫാക്റ്റ് നമ്മൾ പറഞ്ഞു. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. യമുനയെ കൂടാതെ കോശി, ദാമോദർ, കെൻ, സോൺ, ഘാഗ്ര, ഗോംതി ഇതെല്ലാം എന്താണ് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇതിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത്, നേരത്തെ നോക്കിയത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദികളാണ്. ഇനി ഹിമാലയത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദികൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ചമ്പൽ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ സോൺ ശ്രദ്ധിക്കുക, ദെൻ കെൻ ശ്രദ്ധിക്കുക, ബെത്വ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ്. നേരത്തെ നമ്മൾ നോക്കിയത് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. പ്രധാനപ്പെട്ട പോഷക നദികളിൽ നമ്മൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതും നമ്മളതിൽ പഠിച്ചു. ഏതാണ്? സോണൊക്കെ ഈ പറഞ്ഞ കെന്നെല്ലാം ഹിമാലയത്തിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ചമ്പൽ, സോണ്, കെന്ന്, ബെത്വ തുടങ്ങിയതെല്ലാം ഹിമാലയത്തിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ ബേസിക്കലി നമ്മൾ ഇന്ത്യൻ നദികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കുക? ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും നമ്മൾ പഠിക്കില്ലേ? അപ്പോൾ ഹിമാലയൻ നദികളിൽ നമുക്കറിയാം, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദികളൊക്കെ ഉള്ള നദികളെയാണ് നമ്മൾ എന്ത് പറയുക? ഹിമാലയൻ നദികൾ എന്ന് പറയാം. നമ്മൾ 3 നദികളെയാണ് ഹിമാലയൻ നദികളായിട്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗ, പിന്നീട് സിന്ധു നദി, അതേപോലെ ബ്രഹ്മപുത്ര നദി. ഇത് 3നെയും നമ്മൾ ഹിമാലയൻ നദികൾ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക, ഗംഗയ്ക്ക് ഹിമാലയത്തിൽ നിന്നല്ലാതെയും എന്തുണ്ട്? പോഷക നദികളുണ്ട്. ആ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബെത്വ തുടങ്ങിയതൊക്കെ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര്. അപ്പോൾ നോക്കുക, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ നദി ശരിക്കും ഉത്ഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതായത് ചൈന ഒക്യുപ്പൈഡ് ടിബറ്റിൽ നിന്നാണ് ശരിക്കും ഉത്ഭവിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പോവുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ
ബ്രഹ്മപുത്രയ്ക്ക് മറ്റൊരു പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ജമുന, മേഘ്ന, പത്മ, സാദിയ. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ എന്നുള്ളത് കേട്ടോ. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ. ഇനി ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഗംഗയും ബ്രഹ്മപുത്രയും, അതായത് ഈ പത്മയും ജമുനയും കൂടി ചേർന്ന് മറ്റൊരു നദിയും എന്ത് ചെയ്യുന്നുണ്ട്, നദി ആവുന്നുണ്ട്. ആ നദിയുടെ പേരാണ് മേഘ്ന എന്ന് പറയുന്നത്. അതും ഇതിന്റെ കൂടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ബ്രഹ്മപുത്രയുടെ കുറച്ച് ഫാക്റ്റുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ബ്രഹ്മപുത്ര നമ്മൾ നേരത്തെ പറഞ്ഞു, ചൈന ഒക്യുപ്പൈഡ് ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത് ഈ പറഞ്ഞ ചൈന ഒക്യുപ്പൈഡ് ടിബറ്റിലൂടെ വന്ന് ഇന്ത്യയിലൂടെ കടന്ന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ബേ ഓഫ് ബംഗാളിലേക്ക്, അതായത് ബംഗ്ലാദേശ് വഴി ബേ ഓഫ് ബംഗാളിലേക്ക് പോയി ചേരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബ്രഹ്മപുത്ര നദിയുടെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നോക്കാം, ചുവന്ന നദി എന്നും ആസാമിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ബ്രഹ്മപുത്ര നദി തന്നെയാണ്. എന്തൊക്കെയാണ്? ചുവന്ന നദി എന്നും ആസാമിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതേ ബ്രഹ്മപുത്ര നദി തന്നെയാണ്. അതും ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ബ്രഹ്മപുത്രയുടെ പ്രാചീന കാലത്തെ പേര് കൂടി നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ പ്രാചീന നാമം, ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമമാണ് ലൗഹിത്യ. ഓർത്തു വെച്ചോണേ, ലൗഹിത്യ എന്നത് ഈ നദിയുടെ പ്രാചീന നാമമാണ്, ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമമാണ് എന്ന് ഓർത്തു വെക്കുക. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ നമുക്ക് നോക്കാം. തീസ്ത, ലോഹിത്, അതേപോലെ തന്നെ മാനസ്, സുബൻസിരി തുടങ്ങിയതെല്ലാം ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ്. ഇതില് തീസ്ത നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ തീസ്ത നദിയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി അത് തീസ്ത നദിയാണ്. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ തീസ്ത, ലോഹിത്, മാനസ്, സുബൻസിരി തുടങ്ങിയവയെല്ലാം ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തീസ്ത ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ്. അത് എന്തിന്റെ പോഷക നദിയാണ്? അത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. നോക്കാം, ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ ബ്രഹ്മപുത്ര ഒഴുകുന്നു എന്ന് നമ്മൾ കണ്ടു. അതും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാൻ. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അടുത്തതും, പ്രാചീന കാലത്ത് രേവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത്? സോ ശ്രദ്ധിക്കുക, പ്രാചീന കാലഘട്ടത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? അപ്പൊ 4 ഓപ്ഷനുകളുണ്ട്. താപ്തി, നർമ്മദ, ഗോദാവരി, കാവേരി. അപ്പോൾ ഇത് എല്ലാം ഉപദ്വീപീയ നദികളാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ രേവ എന്നറിയപ്പെട്ടിരുന്നത് ഒരു ഉപദ്വീപീയ നദിയാണ്. അപ്പൊ ഏത് നദിയാണ് ഈ രേവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? അത് നർമ്മദയാണ് കേട്ടോ. നർമ്മദയുടെ പഴയ പേര്, പ്രാചീന കാല നാമമാണ് രേവ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നർമ്മദയുടെ ഒരു റൂട്ട് മാപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അമർകണ്ടക് പ്ലാറ്റ്യൂവിൽ നിന്ന് തുടങ്ങുന്ന ഈ നർമ്മദ മധ്യപ്രദേശിലൂടെ കടന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഗുജറാത്തിലൂടെ കടന്നു വന്ന് ഗൾഫ് ഓഫ് കാമ്പത്തിൽ പോയി അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നർമ്മദയുടെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുപ്പം കൂടിയ, ഏറ്റവും നീളം കൂടിയ നദിയും ഇതേ നർമ്മദ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്യുക. നമുക്ക് നർമ്മദയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഓർത്തു വെക്കുക, ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഈ നർമ്മദയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സർദാർ സരോവർ ഡാം. ശ്രദ്ധിക്കുക, സർദാർ സരോവർ ഡാം നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഡാമാണ് സർദാർ സരോവർ ഡാം. ഡക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം? നർമ്മദ തന്നെയാണ് ഉത്തരം. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഡക്കാൻ പീഠഭൂമിക്കും അതേപോലെ തന്നെ മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി അത് നർമ്മദ തന്നെയാണ്. നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തവ, ബഞ്ചാർ, അതേപോലെ തന്നെ ഷേർ,
ഹിരൺ തുടങ്ങിയതെല്ലാം നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തവ എന്ന് പറഞ്ഞിട്ടുള്ള നദിയാണ് നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. സോ ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്നു. സർദാർ സരോവർ ഡാമിന്റെ കേസ് ഒന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി, ഇതെല്ലാം നർമ്മദ തന്നെയാണ് ഉത്തരം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 3 ചോദ്യങ്ങളായി. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. സൂറത്ത് ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ്? അപ്പോൾ നദീതീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ കൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂറത്ത് ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ്? 4 ഓപ്ഷനുകൾ: താപ്തി, നർമ്മദ, ഗോദാവരി, കാവേരി. നമുക്ക് നോക്കാം. സൂറത്ത് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. അപ്പോൾ ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. ഏത് നദിയാണ്? താപ്തി നദിയുടെ തീരത്താണ് സൂറത്ത് എന്ത് ചെയ്യുന്നത്, സൂറത്ത് എന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം നോക്കുക. ഇനി താപ്തി നദിയുടെ ഒരു റൂട്ട് മാപ്പ് നമുക്ക് നോക്കിയേ. താപ്തി നദി മധ്യപ്രദേശിലെ മുൾട്ടായ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നും ആരംഭിക്കുന്നുണ്ട്. അത് മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതിനുശേഷം ഗുജറാത്തിലൂടെ താപ്തി നദി ഗൾഫ് ഓഫ് കാമ്പത്തിൽ പോയി ചേരുന്നുണ്ട്, അല്ലെങ്കിൽ അറേബ്യൻ സീയിൽ പോയി ചേരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ട നർമ്മദയും ഗൾഫ് ഓഫ് കാമ്പത്തിൽ തന്നെയാണ് പോയി ചേരുന്നതും താപ്തിയും ഇതേപോലെ തന്നെ ഗൾഫ് ഓഫ് കാമ്പത്തിൽ പോയിട്ടാണ് ചേരുന്നത്. ഇനി താപ്തിയുടെ കുറച്ച് ഫാക്റ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. സോ ശ്രദ്ധിക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദി. അപ്പോൾ 1ാമത്തെ നദി നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പറയേണ്ടായി ഏതാണ്? നർമ്മദയാണ്. ഇനി അപ്പോൾ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഈ പറഞ്ഞ താപ്തി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ തപി എന്നറിയപ്പെടുന്ന ഈ നദി. നർമ്മദയുടെ ഇരട്ട എന്നും ഈ നദി അറിയപ്പെടുന്നുണ്ട്. ഓർത്തു വെക്കുക, നർമ്മദയുടെ ഇരട്ട, ട്വിൻ ഓഫ് നർമ്മദ എന്ന പേരിലും ഈ താപ്തി അറിയപ്പെടാറുണ്ട്. നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി, അടുത്തൊരു ഫാക്റ്റ്, നർമ്മദയുടെയും ഗോദാവരിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദി അത് തപിയാണ്, അല്ലെങ്കിൽ താപ്തിയാണ്. ഇനി ഈ താപ്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഉഖായ്, അതേപോലെ തന്നെ കാക്രപ്പാറ ജലവൈദ്യുത പദ്ധതി, ഇത് രണ്ടും താപ്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ 4 ചോദ്യങ്ങളായി. 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. നമുക്ക് നോക്കാം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഓർക്കു വെച്ചേക്കാം കേട്ടോ. 4 ഓപ്ഷനുകളാണ്: മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പൊ നമുക്ക് ഇതേപോലുള്ള ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നദികൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇതില് മഹാനദിയാണ്. ഓർത്തോണെ, മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മഹാനദിയുടെ ഒരു റൂട്ട് മാപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക. ഛത്തീസ്ഗഡിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? മഹാനദി ഒഡീഷയിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മഹാനദിയാണ്. ഇനി മഹാനദിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, ഫാക്റ്റുകൾ. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് ഒന്ന് ഷിയോനാഥ്, മറ്റൊന്ന് ടെൽ, മറ്റൊന്ന് ഇബ്. ഇതിൽ ഷിയോനാഥിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. പിന്നീട് അത് റദ്ദാക്കുകയൊക്കെ ചെയ്തിരുന്നു. എങ്കിലും ഒന്ന് ഓർത്തു വെക്കുക, ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഷിയോനാഥ് ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സാമ്പൽപൂര്, അതേപോലെ തന്നെ കട്ടക്ക്, ഇത് രണ്ടും മഹാനദിയുടെ തീരപ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുണ്ട് അണക്കെട്ട്. അതേപോലെ തന്നെ മഹാനദിയുടെ തീരത്ത് ഉള്ള പ്രധാനപ്പെട്ട ഒരു തുറമുഖം കൂടി ഒന്ന് പഠിച്ചു വെക്കുക, പാരാദ്വീപ് തുറമുഖം. ഇത് മഹാനദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മഹാനദിയുമായി ബന്ധപ്പെട്ടും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലെ 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. താങ്ക്